ഏത് മടയിൽ ചെന്നൊളിച്ചാലും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ തേടിച്ചെന്ന് വധിക്കും. പറഞ്ഞത് പുടിനാണ്. റഷ്യൻ സൈനിക മേധാവി കിർലോവിനെ ഉക്രൈൻ വധിച്ചത് റഷ്യക്ക് വലിയ തിരിച്ചടിയായി മാറി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വലങ്കൈയാണ് കിർലോവ്. കിർലോവിന്റെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും സെലൻസ്കി ഏത് മടയിൽ പോയി ഒളിച്ചാലും തേടി പിടിച്ചു കൊല്ലുമെന്നും പുടിൻ പറഞ്ഞതോടുകൂടി റഷ്യ ഉക്രൈൻ സംഘർഷം വഴിത്തിരിവിൽ എത്തി നിൽക്കുന്നു. അതിനിടെ പുതിയ ഒരു വാർത്ത കൂടി വന്നിരിക്കുന്നു. അമേരിക്കയുടെ വ്യോമ അതിർത്തി ലംഘിച്ച് റഷ്യൻ ആണവ വിമാനങ്ങൾ പറന്നു. അലാസ്കയിലാണ്, റഷ്യയോട് ചേർന്ന് കിടക്കുന്ന അമേരിക്കൻ അതിർത്തി പ്രദേശമായ അലാസ്കയിലാണ് റഷ്യൻ ആണവ വിമാനങ്ങൾ പറന്നത്. ആണവ വിമാനങ്ങൾക്ക് അകമ്പടിയായി ഫൈറ്റർ ജെറ്റുകളും ഉണ്ടായിരുന്നു. അലാസ്കയും റഷ്യയുമായി ഉള്ള അകലം 88 കിലോമീറ്റർ. 15 മണിക്കൂറോളം റഷ്യൻ ആണവ വിമാനങ്ങൾ അലാസ്കയിൽ പറന്നു. അത് പുതിയൊരു യുദ്ധത്തിന്റെ സൂചനയായി മാറി. കിർലോവിന്റെ വധത്തിന് ശേഷം റഷ്യ പ്രതികാരദാഹിയായി മാറിയിരിക്കുന്നു. ഉക്രൈനുമേൽ കനത്ത ആക്രമണമാണ് റഷ്യ നടത്തുന്നത്. നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഉക്രൈന്റെ പിന്നിലുണ്ടായിട്ടും ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയാണ് റഷ്യ. അവരുടെ ശക്തമായ മിസൈലുകൾ പരീക്ഷിച്ചു കഴിഞ്ഞു ഉക്രൈനിൽ. ഹൊറൻഷിക് അടക്കമുള്ള മിസൈലുകൾ പരീക്ഷിച്ചു കഴിഞ്ഞു. ആ മിസൈലുകളുടെ തീവ്രത എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞു. എന്തായാലും അമേരിക്കൻ വ്യോമ അതിർത്തി ലംഘിച്ച് റഷ്യയുടെ ആണവ വിമാനങ്ങൾ എത്തിയത് അമേരിക്കയുടെ ചങ്കിടിപ്പ് കൂട്ടുന്നു. റഷ്യ വെറും വാക്ക് പറയാറില്ല, പ്രത്യേകിച്ചും പുടിൻ വെറും വാക്ക് പറയാറില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അമേരിക്കയും ബ്രിട്ടനും ഇപ്പോൾ റഷ്യയുടെ പ്രഖ്യാപിത ശത്രുക്കളായി മാറിയിരിക്കുന്നു. ഉക്രൈനെ കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെ ആയുധം കൊടുത്ത് സഹായിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള നാറ്റോ രാജ്യങ്ങൾ. ഇത്രയും രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നിട്ടും റഷ്യ മുന്നേറുകയാണ്. അതിനിടയിലാണ് കിർലോവിന്റെ വധം സംഭവിച്ചിരിക്കുന്നത്. അത് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയായി മാറി. അതിനുശേഷമാണ് 15 മണിക്കൂർ അമേരിക്കൻ അതിർത്തിയിൽ റഷ്യൻ ആണവ വിമാനങ്ങൾ പറന്നത്. ആ ആണവ വിമാനങ്ങൾക്ക് ഫൈറ്റർ ജെറ്റുകൾ അകമ്പടി സേവിച്ചു. റഷ്യൻ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് അമേരിക്കയും സമ്മതിച്ചു. ഇതോടുകൂടി ട്രംപും പുടിനും തമ്മിലുള്ള ഭായ് ബന്ധം മാറുമോ എന്നാണ് അറിയേണ്ടത്. ട്രംപും പുടിനും തമ്മിലുള്ള സൗഹൃദം വിശ്വപ്രസിദ്ധമാണ്. പക്ഷേ ആ സൗഹൃദങ്ങൾക്ക് അപ്പുറമായി നിൽക്കുന്നു കിർലോവിന്റെ വധം. കിർലോവിന്റെ വധത്തെ അമേരിക്ക ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. ഉക്രൈൻ കാണിച്ച വൻ അബദ്ധം എന്ന് തന്നെയാണ് നാറ്റോ രാജ്യങ്ങളും ഇതേക്കുറിച്ച് പറയുന്നത്. പക്ഷേ ഉക്രൈൻ സ്വന്തം രീതിയിൽ ചാവേർ സംഘങ്ങളെ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്ത് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു. വൻ തുക നൽകിയാണ് തന്നെ കിർലോവിനെ കൊല്ലാൻ അയച്ചതെന്ന് പിടിയിലായ പ്രതി പറഞ്ഞു. ഉസ്ബെക്കിസ്ഥാൻ പൗരനാണ് അയാൾ, 28കാരനായ യുവാവ്. എന്തായാലും അയാളിൽ നിന്ന് ഉക്രൈന്റെ രഹസ്യ പദ്ധതികൾ റഷ്യ ചോർത്തിയെടുത്തു. റഷ്യയിലേക്ക് ഉക്രൈൻ ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഉക്രൈൻ ചാവേറുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യ നിതാന്ത ജാഗ്രതയിലാണ്. കിർലോവിന്റെ വധത്തിന് പകരം ചോദിക്കുമെന്നും സെലൻസ്കിയെ ഏതു മടയിലും കയറി കൊല്ലുമെന്നും പുടിൻ പറഞ്ഞതിന് പിന്നാലെയാണ് റഷ്യൻ ആണവ വിമാനങ്ങൾ അമേരിക്കയുടെ വ്യോമ അതിർത്തി ലംഘിച്ചത്. 15 മണിക്കൂറോളം അമേരിക്കയിൽ കിടന്ന് വിലസി റഷ്യൻ ആണവ വിമാനങ്ങൾ. ആ ആണവ വിമാനങ്ങളെ വെടിവെച്ചിടാനോ അവരെ പിന്തിരിപ്പിക്കാനോ അമേരിക്ക ശ്രമിച്ചതുമില്ല. അലാസ്കയിൽ ആണവ വിമാനങ്ങൾ എത്തിയതും റഷ്യൻ ഫൈറ്റർ ജെറ്റുകൾ എത്തിയതും അമേരിക്കയുമായുള്ള ഒരു യുദ്ധത്തിന്റെ മുന്നോടിയാണോ എന്ന ചോദ്യവും ബാക്കിയാണ്.